Once again, welcome back to Nandus Kitchen. Nandus Kitchenile ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പി കാരമൽ റൈസ് പായസമാണ്. ഈ പായസം ഉണ്ടാക്കുന്നതിനായി ഒരു കടായിൽ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കുറച്ച് കശുവണ്ടി പരിപ്പ് മീഡിയം ഹീറ്റിൽ വറുത്തെടുക്കുകയാണ്. 25 ഗ്രാം കശുവണ്ടി പരിപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1 മിനിറ്റിന് ശേഷം ഉണക്ക മുന്തിരി കൂടി ഇതിൽ ചേർക്കുക. ഇത് രണ്ടും വറുത്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുക. ബാക്കി വന്ന നെയ്യിലേക്ക് 1/4 കപ്പ് അരി ചേർക്കുക. ഇത് 50 ഗ്രാം തൂക്കം വരും. ഞാൻ റേഷൻ അരിയാണ് എടുത്തത്. നിങ്ങൾക്ക് ബസുമതി അരിയോ പച്ചരിയോ ഏത് ടൈപ്പ് അരിയും എടുക്കാവുന്നതാണ്. ഈ അരി തീ കുറച്ച് വെച്ച് വറുത്തെടുക്കുക. വറുത്തെടുത്ത അരി തണിഞ്ഞ ശേഷം ഒരു മിക്സി ജാറിലിട്ട് പൊടിച്ചെടുക്കുക. മിക്സി പൾസ് മോഡിലിട്ട് അരി പൊടിച്ചെടുക്കുക. നമുക്ക് തരിതരിയായി റവ പോലെ വേണം കിട്ടുവാൻ. ഒരു പാൻ അടുപ്പിൽ വെച്ച് 1/4 കപ്പ് പഞ്ചസാര കാരമൈസ് ചെയ്യുകയാണ്. ഇങ്ങനെ കാരമൈസ് ചെയ്ത പായസം ഇഷ്ടമല്ലാത്തവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാം. പഞ്ചസാര അധികം കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. കൂടുതൽ ബ്രൗൺ നിറമായാൽ പായസം കുറച്ച് കയ്പ് ടേസ്റ്റായി പോകും. ഈ പഞ്ചസാര പാനിയിലേക്ക് 1/2 ലിറ്റർ പാൽ ഒഴിക്കുകയാണ്. പാൽ ഒഴിക്കുന്നത് ശ്രദ്ധിച്ച് ചെയ്യണം. നല്ല കട്ടിയായുള്ള പാലാണെങ്കിൽ പായസവും നല്ല ടേസ്റ്റിൽ ലഭിക്കും. കട്ടി കുറവുള്ള പാലാണെങ്കിൽ പാൽപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. പാൽ തിളച്ചു തുടങ്ങിയാൽ വറുത്തെടുത്ത അരി കുറച്ച് കുറച്ചായി ചേർത്ത് കൊടുക്കാം. തീ ലോ ഫ്ലെയിമിൽ വെക്കാൻ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ പാൽ വറ്റിപ്പോകും, അരി വെന്ത് കിട്ടുകയുമില്ല. അങ്ങനെ സംഭവിച്ചു പോയാൽ കുറച്ച് വെള്ളം ചേർത്ത് അരി വേവിച്ചെടുത്താലും മതിയാകും. അരി വെന്ത് കഴിഞ്ഞ ശേഷം 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. കാരമൈസ് ചെയ്യാത്തവർ 1/2 കപ്പ് പഞ്ചസാര ചേർക്കുക. മധുരം പോരാത്തവർക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര അധികം ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഏലക്കായ പഞ്ചസാര ചേർത്ത് പൊടിച്ചെടുത്ത് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിൽ നേരത്തെ വറുത്ത് വെച്ച നട്ട്സും മുന്തിരിയും കൂടി ചേർത്ത് ഇളക്കി പായസം അടുപ്പിൽ നിന്ന് വാങ്ങാം. പായസം തണുക്കുമ്പോൾ കുറച്ച് കട്ടിയായി വരും. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ അരിപ്പായസം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ കൂടി അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനൽ ഫാമിലിയിൽ അംഗമാവുക. ഇനി വേറൊരു നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.